നിങ്ങളുടെ സ്കിൻ കെയർ 30 ഇയേഴ്സിലെങ്കിലും അറ്റ് ദ മോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇതിൽ ബേസിക് ആയിട്ട് വേണ്ടത് ഒരു ക്ലെൻസറാണ്. ക്ലെൻസർ ഡെയിലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യണം. ഏത് ടൈപ്പ് ക്ലെൻസർ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ക്ലെൻസർ യൂസ് ചെയ്യേണ്ടത് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലെൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ സി സീറമോ അല്ലെങ്കിൽ നയാസിനമൈഡോ ആണ്. വൈറ്റമിൻ സി സീറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിൻ അല്ലെങ്കിൽ PCOS ഇഷ്യൂസ് ഉള്ളവർക്ക് നയാസിനമൈഡ് ചൂസ് ചെയ്യും. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറാണ് വേണ്ടത്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. യൂഷ്വലി സെറമൈഡ്സോ ഹൈലൂറോണിക് ആസിഡോ സ്ക്വാലൈനോ കണ്ടെയ്നിങ് മോയ്സ്ചറൈസേഴ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആണ്. മിനിമം SPF 30യും PA വാല്യൂ 3+ ഉള്ളൊരു സൺസ്ക്രീൻ ഡെയിലി ട്വൈസ് ആയിട്ട്, അതായത് രാവിലെ ഉച്ചയ്ക്കെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം. എങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്ന് മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് സ്കിൻ കെയർ ആണ്. ഈവനിങ് സ്കിൻ കെയറിൽ ഫസ്റ്റ് ക്ലെൻസർ തന്നെയാണ്. അതിനുശേഷം റെറ്റിനോളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ റെറ്റിനോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ 0.1 to 0.3% ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റെറ്റിനോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റെറ്റിനോൾ അപ്ലൈ ചെയ്യാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ ആണ് ഉള്ളതെങ്കിൽ സിറം കണ്ടെയ്നിങ് കോജിക് ആസിഡ്, അസലിക് ആസിഡ് ഓർ ആൽഫ ബ്യൂട്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് പുറമെ ഒരു മോയ്സ്ചറൈസറോടെ അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഇതുപോലെ ഒരു സ്കിൻ കെയർ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 ഇയർ കൊണ്ട് നിങ്ങളുടെ സ്കിന്നിലെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്.